Good afternoon. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ തേർഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു ചാപ്റ്റർ 9th ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ. അത് ആ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിരുന്നോ? ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിരുന്നു. ഫസ്റ്റ് മോഡ്യൂളിലെ 3 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിരുന്നു അല്ലെ. ഫസ്റ്റ് മോഡ്യൂളിലെ 3 ചാപ്റ്റർ കംപ്ലീറ്റ് ആയില്ലേ? റിപ്ലൈ ഇല്ലാത്തേ. ഓക്കെ, അത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞേ. എഴുതി വെക്കുന്നുണ്ടോ? ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാന്നുള്ളത് കംപ്ലീറ്റ് ആവുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നോട്ട് ചെയ്യുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ലേ? നമിതയ്ക്ക് മാത്രമാണോ പ്രോബ്ലം ഉള്ളൂ? ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമിതയുടെ അവിടുത്തെ എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. അപ്പൊ ഒന്നില്ലെങ്കിൽ എന്താണ് ലീവ് ചെയ്തിട്ട് റീജോയിൻ ചെയ്യാം, അല്ല അതങ്ങനെ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ട് പൊസിഷൻസ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ മിസ് എടുത്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ? ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ? ഫസ്റ്റ് മോഡ്യൂളിൽ കംപ്ലീറ്റ് ആയ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ വാർഡ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഓക്കെ, അപ്പൊ ആ 3 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇനി നെക്സ്റ്റ് മോഡ്യൂളിലേക്ക് നമ്മൾ കടന്നു ഇല്ലേ. നെക്സ്റ്റ് മോഡ്യൂളിലെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഭാഗം സ്റ്റാർട്ട് ചെയ്തില്ലേ? കഴിഞ്ഞ ക്ലാസ്സില് സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ, അത് കംപ്ലീറ്റ് ആയിരുന്നോ എന്നാണ് മിസ് ചോദിച്ചത്. ഇൻട്രൊഡക്ഷൻ ഭാഗം പൂർത്തിയായിരുന്നോ അല്ലെങ്കിൽ ഫുള്ളും നമുക്ക് പറഞ്ഞിരുന്നോ? ഇല്ല. ഓക്കെ, ശരി, അപ്പൊ അതൊന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്താണെന്നുള്ളത് അറിയാലോ അല്ലേ? നമ്മൾ പഠിച്ചതാണ്. ഹോസ്പിറ്റലിൽ നിന്നും ലഭിക്കുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ നിന്നും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നും ലഭിക്കുന്ന ഇൻഫെക്ഷൻസിനെയാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അത് ക്ലിയർ ആണല്ലോ അല്ലേ. ഇനി ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെ മറ്റു പേരുകളിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെ പേരുകളാന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. ഏതൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നേ? ഒന്നാമത്തെ പേരാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ HAI എന്നറിയപ്പെടുന്നുണ്ട് ഷോർട്ട് ഫോം ആയിട്ട്. ഈ രണ്ടാമത്തെ പേര് ഏതാണ്? സെക്കൻഡ് നെയിം? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെ. സെക്കൻഡ് നെയിം ആണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ തേർഡ് നെയിം ആണ്, മൂന്നാമത്തെ പേരും കൂടി അറിയപ്പെടുന്നുണ്ട്, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഓക്കെ, ഈ 3 പേരുകളിലും എന്തറിയപ്പെടുന്നുണ്ട്? ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ HAI അങ്ങനെ 3 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ HAI എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന്റെ ഷോർട്ട് ഫോം ആണ്. അതല്ലാതെ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നറിയപ്പെടുന്നുണ്ട്, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, ഇനി നോസോകോമിയൽ എന്ന് പറയുന്ന വേർഡ് ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? നോസോകോമിയൽ എന്ന് പറയുന്ന വേർഡ് ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാ? നോസോകോമിയോൾ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്ന് അല്ലെ. ഇനി നോസോകോമിയോൾ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്താണ്? എന്താ അതിന്റെ അർത്ഥം? മീനിങ് എന്താണ്?
ഹോസ്പിറ്റൽ. വെരി ഗുഡ്. ഹോസ്പിറ്റൽ എന്നാണ് അല്ലെ. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ടുള്ള മറ്റേതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിൽ നിന്നോ അക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ ലഭ്യമാകുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് വിളിക്കാം, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ HAI അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് വിളിക്കാവുന്നതാണ്. ഇത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നല്ലോണം പറഞ്ഞു നിർത്തിയത് അല്ലേ? ഇവിടെ വരെ ഓക്കെ അല്ലേ? ഇത്രയും വരെ വായിച്ചാൽ മനസ്സിലാക്കിയാലാണ് കണ്ടിന്യൂ ചെയ്ത് പോവാൻ പറ്റുള്ളൂ. ഇത്രയും വരെ ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ്, such an infection may be occurred in hospitals, rehabilitation centers, nursing home or outpatient clinics, diagnostic laboratories or other clinical settings. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ് HAI എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഈ ഇൻഫെക്ഷൻസ് ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് കിട്ടാം, റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ നിന്ന് കിട്ടാം, പുനരധിവാസ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടാം, നഴ്സിംഗ് ഹോമുകളിൽ നിന്ന് കിട്ടാം, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിൽ നിന്ന് കിട്ടാം, അല്ലെങ്കിൽ ഡയഗ്നോസിസ് രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയുള്ള ലബോറട്ടറികളിൽ നിന്ന് കിട്ടാം, മറ്റെന്തെങ്കിലും ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്നും കിട്ടുന്ന ഇൻഫെക്ഷൻ എല്ലാത്തിനെയും നമ്മൾ ഏത് ഇൻഫെക്ഷൻ എന്നാ പറയുന്നത്? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. Then infection is spread to the affected patient in the clinical setting by many means. എന്താ? പല രീതിയിലൂടെ ഈ ഇൻഫെക്ഷൻ ഒരു ക്ലിനിക്കൽ സെറ്റിംഗിൽ നിന്നും ആ ഒരു വ്യക്തിയിലേക്ക് എത്താം. ശരിയല്ലേ? ഇന്ന രീതിയിൽ മാത്രമേ ആ ഒരു ഇൻഫെക്ഷൻ വരൂ അല്ലെങ്കിൽ വന്നിട്ടുള്ളൂ നമുക്ക് പറയാൻ പറ്റോ? പല വഴികളിലൂടെ ഇൻഫെക്ഷൻസ് കിട്ടാം അല്ലെ. ഒരേ രീതിയിലൂടെ തന്നെ കിട്ടണമെന്നില്ല. Then health care staff also spread infection. ശരിയല്ലേ? Besides to contaminated equipment, ഇപ്പൊ നമുക്കറിയാം മലിനമായിട്ടുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഇൻഫെക്ഷൻസ് വരാലോ. ഒരു ഹോസ്പിറ്റലില് മലിനമായിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഒരു പേഷ്യന്റിൽ നിന്ന് മറ്റൊരു പേഷ്യന്റിന് ഉപയോഗിക്കുമ്പോൾ അതിലൂടെ ഇൻഫെക്ഷൻസ് വരാലോ. വരില്ലേ? ഇൻഫെക്ഷൻസ് പകരോ? വരും. അതുപോലെ തന്നെ ബെഡ് ലിനൻസ്. ലിനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ തുണിത്തരങ്ങളെയും ലിനൻസ് എന്ന കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത് കേട്ടോ. എല്ലാ തുണിത്തരങ്ങളെയും എല്ലാ ടെക്സ്റ്റൈൽസിനെയും അല്ലെങ്കിൽ ക്ലോത്തുകളെയും നമ്മൾ ലിനൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലാതെ ആ ഒരു ബ്രാൻഡ് അല്ല കേട്ടോ. അത് ഇവിടെ ഉദ്ദേശിക്കുന്ന ആ ഒരു പേര് ബ്രാൻഡിന്റെ പേരല്ല. ദെൻ ബെഡ് ലിനൻസ്, നമ്മുടെ ബെഡിൽ വിരിച്ചിട്ടുള്ള തുണികളിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷൻസ് വന്നൂടെ? പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അത് വാഷ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള പ്രോസസ്സിങ്ങിലൂടെ കടന്നു വന്നിട്ടില്ല എങ്കിൽ വരാലോ. അവിടെ ഉപയോഗിച്ച് ബെഡിന്റെ അല്ലെങ്കിൽ അതുപോലെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ നിന്ന് വരാം അല്ലെ. അല്ലെങ്കിൽ എയർ ഡ്രോപ്പുകൾ, വായുകണികകളിലൂടെ നമുക്ക് കിട്ടാം അല്ലെ. എയറിലൂടെ നമുക്ക് ഇൻഫെക്ഷൻസ് വരാലോ. അപ്പൊ ഇത് കൂടാതെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകളിൽ നിന്ന് വരാം, ബെഡ് ലിനൻസിൽ നിന്ന് വരാം, എയർ ഡ്രോപ്പുകളിൽ നിന്ന് വരാം. അതുകൂടാതെ അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകളും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ? അവരിൽ നിന്ന് നമുക്ക് കിട്ടിക്കൂടെ? ഹെൽത്ത് കെയർ സ്റ്റാഫിൽ നിന്ന്, അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ കിട്ടിക്കൂടെ? അപ്പൊ അങ്ങനെ പല രീതിയില് ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗിനുള്ളിൽ വെച്ചിട്ട് ഒരു വ്യക്തിക്ക് ഇൻഫെക്ഷൻസ് വരാൻ പല രീതിയിലൂടെ വരാം. അടുത്തതായിട്ട് നോക്കി, ഇറ്റ് ക്യാൻ ഓൾസോ ഒറിജിനേറ്റ് ഫ്രം ദ ഔട്ട്സൈഡ് എൻവയോൺമെന്റ്. നമുക്കൊരു അനദർ എൻവയോൺമെന്റ്, മറ്റൊരു ഔട്ട്സൈഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നിന്ന് നമുക്ക് കിട്ടാം. അല്ലെങ്കിൽ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിൽ നിന്ന് കിട്ടാം അല്ലെ. മറ്റൊരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് പകരാലോ അല്ലെ. അതുപോലെ തന്നെ സ്റ്റാഫ് ഹു ആർ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് പകരാം അല്ലെ. And or in some cases the source of the infection cannot be ascertained. ചില കണ്ടീഷനില് ഇത് ആരിൽ നിന്നാണ് കിട്ടിയത്, ഈ ഇൻഫെക്ഷൻ വരാനുള്ളതിന്റെ ആ ഒരു സ്രോതസ് അല്ലെങ്കിൽ ഉറവിടം എവിടെ നിന്നാണ് എന്ന് ചിലപ്പോൾ നമുക്ക് തിട്ടപ്പെടുത്താൻ അല്ലെങ്കിൽ നിർണ്ണയിക്കാൻ സാധിക്കാതെയും വരാം. ശരിയല്ലേ? ചില ഇൻഫെക്ഷൻസ് എവിടെ നിന്ന് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാവില്ല. ആരിൽ നിന്ന്? ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് എങ്ങനെ ഇപ്പൊ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ പറയും വീട്ടിൽ ആർക്കും പനിയില്ല അല്ലെ, വേറെ ആർക്കും ആ ഒരു ഇൻഫെക്ഷൻ ഇല്ല. അതേസമയം ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ഒരു അറിവുമില്ല എന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലെ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇൻഫെക്ഷന്റെ സോഴ്സസ് പല രീതിയിലുള്ള സ്രോതസ്സുകളുണ്ട്, ഉറവിടങ്ങളുണ്ട്. പക്ഷേ ചിലപ്പോൾ അത് ഹോസ്പിറ്റലിലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്റ്റാഫിൽ നിന്നോ
മറ്റെന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നിന്നോ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് പറ്റാതെയും വരാലോ. Then in certain cases the microorganism emerges from the patient's own skin and becoming opportunistic after surgery. നമ്മുടെ ബോഡിയിലും മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് ഇല്ലേ? ഉണ്ടോ? നമ്മുടെ ബോഡിയിലും മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ സ്കിന്നിലൊക്കെ കാണുന്ന മൈക്രോ ഓർഗാനിസംസ് അവര് ഇപ്പൊ ഒരു സർജറിയോ കാര്യങ്ങളോ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ബോഡി വീക്ക് ആവുമ്പോ അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ട് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും? ഓപ്പർച്യൂണിസ്റ്റിക് ആവും, അവസരവാദികളാവും. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് കിട്ടുന്ന ആ ഒരു അവസരം അവരെ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് പല അസുഖങ്ങളും അവരുടെ ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന് ഉണ്ടാവാം. ശരിയല്ലേ? അപ്പൊ നമ്മുടെ ബോഡിയിലെ മൈക്രോ ഓർഗാനിസംസ് തന്നെ ഓപ്പർച്യൂണിസ്റ്റിക് ആയി അല്ലെങ്കിൽ അവസരവാദികളായിട്ട് ചിലപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് വരാം. അപ്പൊ അവർക്ക് അനുയോജ്യമായ ഒരു എൻവയോൺമെന്റിന് വേണ്ടി അവർ കാത്തിരിക്കായിരുന്നായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള എൻവയോൺമെന്റ് കിട്ടിയപ്പോ അവരെന്ത് ചെയ്യുന്നു? അവസരവാദികളായി അവരിലൂടെയും നമുക്ക് ഇൻഫെക്ഷൻസ് വന്നേക്കാം, വരാലോ. അപ്പൊ ഇത്തരത്തിലുള്ള പല കേസുകളിലൂടെയും ഒരു വ്യക്തിക്ക് ഇൻഫെക്ഷൻസ് വരാവുന്നതാണ്. The nosocomial infection shows a tendency to lack proof that it was present when the patient got into the healthcare setting, thus meaning it was acquired post admission. അതായത് ഈ ഒരു ഇൻഫെക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ടെൻഡൻസി ടു ലാക്ക് പ്രൂഫ് എന്നാ പറയുന്നത്. എന്താ? ഇവിടെ ഒരു തെളിവുകൾ നൽകാനായിട്ട് നമുക്ക് കഴിയാറില്ല. എന്ന് വെച്ചാല് ഇപ്പൊ ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നേക്കാം അല്ലെ? പ്രത്യക്ഷതമില്ല എങ്കിലും അവരുടെ ബോഡിയിൽ അതുമായി ബന്ധപ്പെട്ട മൈക്രോ ഓർഗാനിസംസ് കടന്നെത്തിയിട്ടുണ്ടാവും അല്ലെ? അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു പേഴ്സൺ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാണ് ആ ഒരു ഇൻഫെക്ഷൻ പുറമെ പ്രകടിപ്പിക്കുന്നതെങ്കിൽ നമുക്കത് അവര് വരുന്നതിന് മുൻപുണ്ടായിരുന്നു തെളിയിക്കാൻ പറ്റുമോ? പല സിറ്റുവേഷനിലും നമുക്കത് തെളിയിക്കാൻ പറ്റാതെ പോകും അല്ലെ? സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്നതാണ് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം വന്നതാണെന്നല്ലേ പറയുള്ളൂ അല്ലെ? അഡ്മിഷന് ശേഷം നമുക്ക് ലഭ്യമായിട്ടുള്ളതാണെന്നല്ലേ പറയുള്ളൂ അല്ലേ? അപ്പോ അത്തരത്തില് നമുക്ക് അവിടെ തെളിയിക്കാൻ ഒരു പ്രൂഫ് ഇല്ല. ഇവര് വരുന്ന സമയത്ത് ഇവരുടെ ബോഡിയിലുള്ള അത്തരം ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് തെളിയിക്കാൻ അതാണ് ലാക്ക് ഓഫ് പ്രൂഫ് ആണ്. ടെൻഡൻസി ടു ലാക്ക് പ്രൂഫ്. അപ്പൊ അവിടെ ആ ഒരു പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ ആ പേഷ്യന്റ് വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴും തെളിയിക്കപ്പെടാൻ പറ്റാറില്ല അല്ലെങ്കിൽ തെളിയിക്കാൻ പറ്റാറില്ല. അതുകൊണ്ടല്ല അത് ഓൾറെഡി എന്തിലേക്ക് തന്നെ വരും? അഡ്മിഷന് ശേഷം ലഭ്യമായതാണ് എന്ന രീതിയിലേക്ക് മാറാറുണ്ട്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഈ ഇൻട്രൊഡക്ഷനിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അതിന്റെ കുറച്ച് ഭാഗങ്ങളിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അണ്ടർലൈൻ ചെയ്തിട്ടിരുന്നോ? നോട്ട് ചെയ്തിരുന്നോ? ആ ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതൊക്കെയാ? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഷോർട്ട് ആയിട്ട് HAI എന്ന് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് വിളിക്കുന്നുണ്ട്. ഈ നോസോകോമിയൽ ഇൻഫെക്ഷനിൽ ആ നോസോകോമിയൽ എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള നോസോകോമിയോണിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ എന്നാണ്. ഇനി ഒരു ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ HAI എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്നോ മറ്റേതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നോ അക്വയർ ചെയ്തിട്ടുള്ള ലഭ്യമായിട്ടുള്ള ഇൻഫെക്ഷനെയാണ് നമ്മൾ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നോ അല്ലെങ്കിൽ HAI എന്നോ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുന്നത്. അത് പല രീതിയിൽ നമുക്ക് ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയിലേക്ക് വരാം. ഒന്നെങ്കിൽ അവിടെയുള്ള എന്താണ് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് സ്റ്റാഫിൽ ഹെൽത്ത് കെയർ സ്റ്റാഫിൽ നിന്ന് വരാം, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകളിൽ നിന്ന് വരാം, ബെഡ് ലിനൻസിൽ നിന്ന് വരാം, എയർ ഡ്രോപ്ലെറ്റ്സിലൂടെ വരാം, അതല്ലെങ്കിൽ ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നിന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മറ്റേതെങ്കിലും വ്യക്തിയിൽ നിന്നോ പേഷ്യന്റിൽ നിന്നോ, അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകളിൽ നിന്നോ, അല്ലെങ്കിൽ ചില കേസുകളിൽ നമുക്ക് അതിന്റെ സ്രോതസ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള എവിടെ നിന്ന് വന്നു എന്ന് പറയാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം. അതുപോലെ തന്നെ നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ബോഡിയിലെ സ്കിന്നിലുള്ള മൈക്രോ ഓർഗാനിസംസ് അവസരവാദികളായി കിട്ടിയ അനുയോജ്യമായിട്ടുള്ള എൻവയോൺമെന്റ് കിട്ടുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ മൂലമോ നമുക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. സോ ഇത്തരത്തിലുള്ള നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ആ ഹോസ്പിറ്റലിലേക്ക് അവർ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വന്നപ്പോൾ തന്നെ അവർക്ക് ഉണ്ടായിരുന്നോ എന്ന് തെളിയിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട്
സ്വാഭാവികമായിട്ടും അത് അഡ്മിഷന് ശേഷമുള്ള ഇൻഫെക്ഷൻ ആണെന്നാണ് എന്ത് ചെയ്യാറ്, കണക്കാക്കാറ്. ഓക്കെ, വേഗമായി ഇൻട്രഡക്ഷൻ ആകുന്നു. വായിച്ചു ഇതൊന്ന് റിപ്ലൈ ചെയ്യണേ. കംപ്ലീറ്റ് ആയോ? ഓക്കെ, ശരി. ഓക്കെ അല്ലേ ഭാഗം? ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണേ. നെക്സ്റ്റ്, വാട്ട് ആർ ദ സിംപ്റ്റംസ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ്? എന്തൊക്കെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സിംപ്റ്റംസ്? മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ സിംപ്റ്റംസ് മാത്രമല്ല മറ്റു കാര്യങ്ങൾ പറയുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ, ഫോർ എ HAI the infection must arise. ഒരു ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻ എപ്പോഴൊക്കെയാണ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്നത് എന്നാണ് നോക്കുന്നത്. ഒന്നാമത് അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു 47 മണിക്കൂർ നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് അവർ അഡ്മിഷൻ എടുക്കുന്ന സമയം മുതലല്ലേ നമ്മൾ നോക്കാം, അല്ലേ? ഹോസ്പിറ്റലിൽ അവർ അഡ്മിഷൻ എടുക്കുന്ന സമയം മുതലല്ലേ നമ്മൾ നോക്കുന്നത്, ആണല്ലോ. ഹോസ്പിറ്റലിൽ അവർ അഡ്മിഷൻ എടുത്ത് 48 മണിക്കൂർ വരെ നമ്മൾ നോക്കും. ആ 48 മണിക്കൂറിന് ശേഷം അറ്റ്ലീസ്റ്റ് 48 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ട്, അതിനുശേഷം അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണെന്ന് പറയാൻ പറ്റും, അല്ലെ? ഒരു ഇൻഫെക്ഷൻ വരാന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിയിലേക്ക് കയറുമ്പോൾ തന്നെ അപ്പൊ തന്നെ അത് പ്രകടിപ്പിക്കോ? ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ പ്രകടിപ്പിക്കോ? ഇല്ല, കുറച്ച് സമയം അതിന് വേണ്ടി കൊടുക്കും. അതാണ് 48 hours നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണെങ്കിൽ ആ ഹോസ്പിറ്റൽ അഡ്മിഷൻ എടുത്ത് 48 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 48 മണിക്കൂറിന് ശേഷമെങ്കിലും അവർക്ക് അത് കാണിക്കും, അതുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസിന്റെ സൂചനകളും സിംറ്റംസും മറ്റു കാര്യങ്ങളും കാണിക്കാൻ തുടങ്ങും. അപ്പൊ അത്തരത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണെന്ന് നമുക്ക് പരിഗണിക്കാം. ക്ലിയർ ആയോ? ഒന്നാമത്തെ മനസ്സിലായോ? അതിന്റെ ആ ഒരു 48 മണിക്കൂറിന് ഉള്ളിൽ അല്ല അങ്ങനെ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ബോഡി കയറിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ നമുക്കറിയാം ഇത് അഡ്മിഷൻ എടുത്തതിന് ശേഷം അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അക്വയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തത് അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ്. എന്താണ്? ഡിസ്ചാർജ് ചെയ്ത ഒരു പേഷ്യന്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് ഒരു 3 ദിവസത്തിനുള്ളിൽ അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? പറ്റുമോ? കാരണം ഹോസ്പിറ്റലിൽ നിന്ന് അത് അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു, പ്രകടിപ്പിച്ചത് ആ 3 ദിവസത്തിനുള്ളിലാണെന്ന് മാത്രം, അല്ലെ? ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമാണെന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ലേ? ഡിസ്ചാർജിന് ശേഷം അപ് ടു 3 days 3 ദിവസം വരെ നമ്മൾ നിരീക്ഷിക്കുന്നു. അതിനുള്ളിൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ കണ്ടാൽ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഇത് ആ 2 കണ്ടീഷൻ ക്ലിയർ ആയോ? മൂന്നാമത്തത്, ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി when someone was admitted for instance except for the infection. ഇവിടെ 48 മണിക്കൂറിന് ശേഷം എപ്പോഴെങ്കിലും ആവാം ആ ഒരു വ്യക്തി ആ ഒരു അഡ്മിറ്റ് ചെയ്തിട്ട് ഒരു പ്രത്യേകമായിട്ട് ചിലപ്പോ ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും
ഇപ്പോ ഫ്രാക്ചർ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടാവുക. പക്ഷെ ആ വ്യക്തിക്ക് ആ ഹോസ്പിറ്റലിലെ അഡ്മിഷൻ തുടരുന്ന സമയത്ത് ഇവർ അഡ്മിറ്റ് ആയ റീസൺ അല്ലാതെ അതിന് പുറമെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയാൻ പറ്റില്ലേ? പറ്റുമോ? അവർ സ്റ്റേ ചെയ്യുന്ന ഒരാളാണ്, സ്റ്റേ ചെയ്യുന്ന ആളാണ്, അവരുടെ പുറത്തേക്കോ വേറെ എവിടെയും പോകുന്നില്ല, ഹോസ്പിറ്റലിൽ തന്നെ കിടക്കാണ്. അവർ പക്ഷേ ഈ ഇൻഫെക്ഷൻ എന്നുള്ള റീസണിന് വേണ്ടിയിട്ടല്ല അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും സർജറിക്ക് വേണ്ടിയിട്ടാവാം, മറ്റെന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ടാവാം. അപ്പൊ അത്തരത്തിലൊരു അഡ്മിറ്റ് ആയ ഒരു വ്യക്തിക്ക് വേറെ പുറത്ത് എവിടെയും അവർ എന്താണ് ഒരു കോണ്ടാക്ടോ കാര്യങ്ങളോ വരുന്നില്ല. അപ്പൊ അതിനുള്ളിൽ വെച്ച് തന്നെ ആ അഡ്മിറ്റ് ആയ റീസൺ അല്ലാതെ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരാണെങ്കിൽ അത് ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിൽ നിന്ന് കിട്ടിയതല്ല, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്ന് കിട്ടിയതാന്ന് പറയാൻ പറ്റൂലേ? നമുക്ക് പറയാലോ. അപ്പൊ ഈ 3 കാറ്റഗറിയാണ് സാധാരണയായിട്ട് നമ്മളൊരു നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആയിട്ട് പരിഗണിക്കുന്നത്. ക്ലിയർ ആണോ? അത് 3 പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് HAs. ഇതല്ലാതെ കുറെ ഉണ്ട് കേട്ടോ. പക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻസ് ആണ് താഴെ പറഞ്ഞുള്ള. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻസ് താഴെ പറയുന്നവർ ഏതെല്ലാമാണ് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ ആണ് UTIs, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. UTIയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. SS ഷോർട്ട് ഫോം ആണ് സാധാരണ എഴുതാറ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. എന്താണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ? മൂത്രനാളത്തിലെ അണുബാധ അല്ലേ? ആണല്ലോ. ആണോ? ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഈ UTI വരാൻ സാധ്യതയുണ്ടോ? ഉണ്ടോ? UTIs വരാൻ സാധ്യതയുണ്ടോ? എങ്ങനെയൊക്കെ വരാം? എങ്ങനെ വരാം? അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാൻ മറന്നു പോവില്ല കേട്ടോ നിങ്ങള്. ഗുഡ്. നമ്മൾ കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ്സുകളാണ് അവിടെ യൂസ് ചെയ്യുക അല്ലെ? കോമൺ ആയിട്ടുള്ള പബ്ലിക് ടോയ്ലറ്റ്സുകളാണ് നമ്മൾ കോമൺ ആയിട്ട് ഒരു വാർഡിലേക്ക് കോമൺ ആയിട്ട് അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ആയിരിക്കും. അതുപോലെ തന്നെ പല ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടാവുന്നത് അല്ലേ? അപ്പൊ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ യൂസ് ചെയ്ത ടോയ്ലറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്നും നമുക്ക് ഇൻഫെക്ഷൻസ് വരാലോ. നമ്മുടെ യൂറിനറി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കിഡ്നിയോ യൂറിനറി ബ്ലാഡറോ അതുപോലെ നമ്മുടെ യൂറിനറി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻഫെക്ഷൻസ് വരുന്നതാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് യൂസ് ചെയ്തിട്ടുണ്ടിരിക്കുന്ന കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുന്ന വഴി വരാം. അതുപോലെ തന്നെ ഇപ്പൊ യൂറിൻ പോവാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എന്താ ചെയ്യാം? കത്തീറ്റർ പ്ലേസ് ചെയ്യാറുണ്ട് ഇല്ലേ? ആ യൂറിനറി ട്രാക്റ്റിൽ കത്തീറ്റർ പ്ലേസ് ചെയ്ത് അതിന്റെ ഉള്ളിൽ ട്യൂബ് ഇടുക എന്ന് പറയും നമ്മൾ അല്ലെ? ട്യൂബ് ഇട്ടിട്ടാണ് അവരുടെ യൂറിൻ കളക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത്തരം പേഷ്യൻസിനും കത്തീറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊരു ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണല്ലോ അല്ലെ? മിക്ക ആളുകൾക്കും കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. രണ്ടാമത്തത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. എന്താ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്തായിരിക്കും? ശസ്ത്രക്രിയക്ക് ശേഷമുള്ള അണുബാധ. ഏത് ഭാഗത്തുണ്ടാവുന്ന അണുബാധ? അണുബാധയാ? ആ ശസ്ത്രക്രിയ നടത്തിയ ഏരിയയിൽ ഉണ്ടാവുന്ന അണുബാധ അല്ലെ? അതിലൂടെയൊക്കെ വരാം. ശരിയാണ്. എന്താണ്? ഓൾറെഡി ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞു. ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നതിലൂടെ വരാം അല്ലെ? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ്, മലിനമായിട്ടുള്ള ഉപകരണങ്ങളിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടാവാം. ആണല്ലോ അല്ലെ? പ്രോപ്പർ ആയിട്ടുള്ള കെയർ കൊടുക്കാത്തത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പല കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പൊ അത്തരത്തില് നമ്മുടെ ആ ഒരു സർജറി ചെയ്ത ആ ഒരു ഏരിയയില് ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ഇൻഫെക്ഷനെയാണ് നമ്മൾ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഇൻഫെക്ഷൻ ഉണ്ടായ മുറിവും കാര്യങ്ങളൊക്കെ ഉണങ്ങാതെ വരാം, പഴുക്കാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ശസ്ത്രക്രിയ കഴിഞ്ഞ മിക്ക പേഷ്യൻസിനും ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ? അപ്പൊ അതും രണ്ടാമതൊരു കോമൺ ടൈപ്പ് ഓഫ് HA ആണ്. ക്ലിയർ അല്ലേ? ഇത് പറയുന്ന കാര്യമില്ലല്ലോ. ഓക്കെ അല്ലേ? തേർഡ് വൺ ആണ് ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ്. എന്താ ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും? സ്റ്റൊമക് ഫ്ലൂ എന്നൊക്കെ പറയാറുണ്ട്. അതായത് നമ്മുടെ ആമാശയത്തിനെയും കുടലിലേക്ക് ഒരു വീക്കാണ്
ഇൻഫെക്ഷൻ വരുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഇൻഫെക്ഷൻ ആണ്. ഇൻഡസ്റ്റൈനൽ ആയിട്ടുള്ള നമ്മുടെ ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ ആമാശയം അല്ലെങ്കിൽ കുടലുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫെക്ഷൻ ആണ്. അതിന്റെ ഫലമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഡയറിയ, വയറിളക്കം, അതുപോലെ തന്നെ മലബന്ധം മുതലായിട്ടുള്ള നോസിയ, വിറ്റിംഗ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള പനി, ഫീവർ, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഈ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. അപ്പൊ അതാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ചിലപ്പോ ആ ഒരു ഹോസ്പിറ്റലിലെ പുറത്തുനിന്നുള്ള എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷൻസ് ഫുഡ് കഴിക്കുന്നതിലൂടെ അവിടെ നമ്മുടെ ആ ഹോസ്പിറ്റലിൽ വെച്ചുള്ള ഫ്ലൂയിഡ്സോ കാര്യങ്ങളോ കഴിക്കുന്നതിലൂടെ ഒക്കെ നമ്മുടെ വയറ്റിനുള്ളിലേക്ക് എന്ത് ചെയ്യാം, ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതിലൂടെ നമുക്ക് ആ ഒരു ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് പുറത്തേക്ക് വരികയും ചെയ്യും. ദെൻ അടുത്തതാണ് മെനിഞ്ചൈറ്റിസ്. എന്താ മെനിഞ്ചൈറ്റിസ്? എന്തുമായി ബന്ധപ്പെട്ടതാണ് മെനിഞ്ചൈറ്റിസ്? ഗ്യാസ്ട്രോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, വയറും സ്റ്റമക്കുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈൻസുമായി ബന്ധപ്പെട്ടാണെന്നുള്ളത്. മെനിഞ്ചൈറ്റിസ് എന്തുമായി ബന്ധപ്പെട്ടാണ്? വെരി ഗുഡ്, ബ്രെയിൻ അല്ലെ, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫ്ലമേഷൻ ആണ് എന്ത് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ബ്രെയിൻ സ്പൈനൽ കോഡിലേക്ക് കവർ ചെയ്യുന്ന മെനിഞ്ചസ് എന്ന് പറയുന്ന മെംബ്രെയിൻ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ്. അപ്പൊ അത്തരത്തില് മെനിഞ്ചൈറ്റിസ് പോലെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും എന്താണ് ഒരു ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ്. ഒരു മെംബ്രെയിൻ സറൗണ്ട് ചെയ്യുന്ന മെംബ്രെയിനിടയിൽ ഒരു ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്ത് ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഹെഡേക്ക്, ഫീവർ, ഇതൊക്കെ വരാനായിട്ട് പേഷ്യൻസിന് സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മെനിഞ്ചൈറ്റിസ് വരാം. അതുപോലെ തന്നെ ന്യൂമോണിയ കേട്ടിട്ടുണ്ടല്ലോ. ന്യൂമോണിയ കേട്ടിട്ടില്ലേ? ന്യൂമോണിയ എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാ? ലങ്സുമായി ബന്ധപ്പെട്ട് അല്ലെ, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ ന്യൂമോണിയം ഇതുപോലെ തന്നെ ഇൻഫെക്ഷൻ ആണ് അല്ലെ, നമ്മുടെ ലങ്സിന് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആണ്. ഫ്ലൂയിഡ് അക്യുമുലേറ്റ്, ഫ്ലൂയിഡ് അല്ലെങ്കിൽ പസ് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ്. അതിപ്പോ ബാക്ടീരിയയോ വൈറലോ ഫംഗലോ ഇൻഫെക്ഷൻസ് വഴി വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം കോമൺ ആയിട്ടുള്ള ടൈപ്സ് ഓഫ് HAS ആണ്. ഹോസ്പിറ്റലിൽ കാണുന്ന കോമൺ ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻസ് ആണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, meningitis and pneumonia. Okay ആണോ? Clear ആണോ? Okay. Next, the symptoms for this infection may consist of. ഈ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നാൽ പ്രധാനമായിട്ട് കാണുന്ന കുറച്ച് സിംറ്റംസ് ഉണ്ട്, ലക്ഷണങ്ങളുണ്ട്. ഒന്നാമത്തെ തന്നെ ഡിസ്ചാർജ് ഫ്രം എ മൗത്ത്. ഇപ്പൊ ഒരു സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വന്നു, ശസ്ത്രക്രിയ നടത്തിയ ആ ഭാഗത്ത് ഒരു ഇൻഫെക്ഷൻ വന്നാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ മുറിവുകളൊക്കെ ഉണ്ടായ ഭാഗത്ത് ഇൻഫെക്ഷൻ വന്നിരിക്കുക എന്താ വരിക, ആ മുറിവിൽ നിന്ന് ഒരു ഡിസ്ചാർജ് വരും അല്ലെ, വരില്ലേ? ലിക്വിഡ് പോലെ എന്ത് ചെയ്യും, അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും. ബ്ലഡ് അല്ല വരിക, ഒരു വൈറ്റ് ആയിട്ടുള്ള ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ലിക്വിഡ്സ് വരില്ലേ, അല്ലെങ്കിൽ പസായിരിക്കും, പഴുപ്പായിരിക്കും അല്ലെ. അത്തരത്തിലുള്ള ഡിസ്ചാർജ് ആ വൗണ്ടിൽ നിന്ന് വരുന്നുണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ഒരു മുറിവ് ഉണങ്ങിയിട്ടില്ല, ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് അല്ലേ. അടുത്തത് ഫീവർ. മിക്ക ഇൻഫെക്ഷന്റെയും ഏറ്റവും കോമൺ ആയിട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരു സിംറ്റം ആണ് ഫീവർ അല്ലെ, പനി. ശരിയല്ലേ? എന്തിനെങ്കിലും ഇൻഫെക്ഷൻസിന്റെ ആ ഒരു മുന്നോടിയായിട്ട് നമുക്കൊരു കാണാൻ പറ്റുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിംറ്റം ആണ് ഫീവർ, പനി വരിക. അതുപോലെ തന്നെ കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ. ഇപ്പൊ ന്യൂമോണിയോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അവർക്ക് വളരെയധികം വലിയ രീതിയിലുള്ള ചുമ വരാം. അതുപോലെ തന്നെ ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, എന്താണ് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാലോ. അപ്പൊ അത്തരത്തിലുള്ള സിംറ്റംസ് കാണാറുണ്ട്. അത് ഓരോ രോഗത്തിനനുസരിച്ചാട്ടോ ഈ സിംറ്റംസ് മാറാം. ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ. നമ്മുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന ആളുകൾക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും. എന്താ, നമുക്ക് യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബേണിംഗ് സെൻസേഷൻ വരും, ഒരു പുകച്ചില് പോലെ വരും അല്ലെ, അല്ലെങ്കിൽ യൂറിൻ പോവാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ശരിയല്ലേ? അത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഫീവറും വരാറുണ്ട് കേട്ടോ ചിലപ്പോൾ. അതുപോലെ തന്നെ ഹെഡേക്ക്, ഇപ്പൊ മെനിഞ്ചൈറ്റിസ് പോലെയുള്ള രോഗങ്ങളൊക്കെ ആണെങ്കിൽ ഹെഡേക്ക് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് ഉണ്ടാവാം. അതുപോലെ തന്നെ തലവേദന. നെക്സ്റ്റ് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ആണെങ്കിൽ അവർക്ക് വയറിളക്കം അല്ലെ, നോസിയ, ഓക്കാനം വരിക, ഛർദിക്കില്ല പക്ഷെ ഇങ്ങനെ ഓക്കാനിച്ചുകൊണ്ടിരിക്കാം, വൊമിറ്റിംഗ്, ഛർദി അല്ലെ. അതുപോലെ തന്നെ ഡയറിയ, വയറിളക്കം മുതലായിട്ടുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം പ്രധാനപ്പെട്ട ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ട കുറച്ച് സിംറ്റംസ് ആണ്. ഇതല്ലാതെ വേറെയുണ്ട്, നമുക്ക് എല്ലാം പഠിക്കാനുള്ള ടൈമിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് സിംറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? അത് ക്ലിയർ ആണോ?
Okay. Okay. People who experience new symptoms in the course, their stay may also experience pain and irritation at the infection site. Many will experience noticeable symptoms. ഇതാ ഇത് നമ്മൾ എല്ലാ സിംറ്റംസും പറഞ്ഞിട്ടില്ല. കുറെ ആളുകൾ പുതിയതായിട്ടുള്ള വേറെ പല സിംറ്റംസും പേഷ്യൻസിന് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അപ്പൊ അവരെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് സിംറ്റംസ് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ചിലപ്പോൾ ഇൻഫെക്ഷൻ സൈറ്റില് വേദന അനുഭവപ്പെടാം, അല്ലെങ്കിൽ ഇറിറ്റേഷൻസ് അനുഭവപ്പെടാം. അങ്ങനെ പലതരത്തിലുള്ള സിംറ്റംസ്, പുതിയ സിംറ്റംസും ഇവർ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് വേഗം വായിച്ചു നോക്കിയ ഒരു ഭാഗം വായിച്ച് ചെയ്യുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ. നെക്സ്റ്റ് വണ്ണാണ് സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സോഴ്സസ് അല്ലെങ്കിൽ ഉറവിടങ്ങൾ, സ്രോതസ്സുകളാണ് നമ്മൾ താഴെ പറയുന്നത്. ആ ഒരു പിക്ചർ എല്ലാവർക്കും കാണുന്നുണ്ടോ? പിക്ചർ ക്ലിയർ ആണോ? ഇല്ല എങ്കിൽ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ക്ലിയർ അല്ല എങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സോഴ്സസ്? ഒരു പേഷ്യന്റ് കിടക്കുന്നുണ്ട് അല്ലെ അവിടെ. അതിൽ ആദ്യത്തെ സോഴ്സ് നമുക്ക് നോക്കാം, അതർ പേഷ്യൻസിൽ നിന്ന് അല്ലേ. മറ്റു പേഷ്യൻസ്, ഇപ്പൊ നമ്മുടെ ഒരു വാർഡിലോ ഒരു റൂമിലോ വേറെ പേഷ്യൻസ് ഇൻഫെക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് എളുപ്പത്തിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ മതി അല്ലെ. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഒരു ഫീവറോ കാര്യങ്ങളോ ഇൻഫെക്ഷൻസോ വന്നാൽ അത് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇല്ലേ. അപ്പൊ അതുപോലെ ഹോസ്പിറ്റലിലും മറ്റു പേഷ്യൻസിൽ നിന്നും ഈ ഒരു വ്യക്തിയിലേക്ക് ഇൻഫെക്ഷൻ വരാലോ. അതാണ് ഒന്നാമത്തെ സോഴ്സ്. രണ്ടാമത്തെ സോഴ്സ് വിസിറ്റേഴ്സ്, സന്ദർശകരിൽ അല്ലെ. ഈ പേഷ്യന്റിനെ കാണാൻ വരുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകരിൽ നിന്ന് ഇൻഫെക്ഷൻസ് വന്നൂടെ? വരുമോ? വരാം അല്ലെ. അതാണ് രണ്ടാമത്തെ സോഴ്സ്. മൂന്നാമത്തെ സോഴ്സ് ഹോസ്പിറ്റൽ പേഴ്സൺ, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളിൽ നിന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ള എംപ്ലോയീസിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരാം അല്ലെ. മൂന്ന് സോഴ്സ് പറഞ്ഞു. മറ്റു പേഷ്യൻസിൽ നിന്ന് വരാം, വിസിറ്റേഴ്സിൽ നിന്ന് വരാം, ഹോസ്പിറ്റൽ പേഴ്സൺസ് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളിൽ നിന്ന് വരാം. നാലാമത്തത് സർജിക്കൽ പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട് വരാം അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാത്തത് കൊണ്ട് കണ്ടാമിനേഷൻസോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസോ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അതാണ് സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ നിന്ന് വരുന്നത്. അടുത്തതാണ് എയർ, വായുവിൽ നിന്ന് വരാലോ അല്ലെ. എയറിലൂടെ നമുക്ക് ഇൻഫെക്ഷൻസ് വരാം അല്ലെ. Then water and food. വാട്ടറിൽ നിന്ന് വന്നൂടെ? ഭക്ഷണം അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് വരാറുണ്ട് അല്ലെ. അടുത്തത് പേഷ്യൻസ് നോർമൽ ഫ്ലോറ. അവിടെ പീച്ചിങ് ആയിട്ടിരിക്കുന്നത് പേഷ്യന്റിന്റെ ഷോർട്ട് ഫോം ആട്ടോ പറയുന്നത്. അപ്പൊ പേഷ്യൻസിന്റെ നോർമൽ ഫ്ലോറ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. പേഷ്യൻസിന് നമ്മുടെ ബോഡിയിലും മൈക്രോ ഓർഗാനിസംസിലുണ്ട്. അപ്പൊ അത്തരം മൈക്രോ ഓർഗാനിസംസ് അവസരം വരുമ്പോ അവർ ഓപ്പർച്യൂണിറ്റീസ് ആവുന്നു അല്ലെ, അവസരവാദികളാവുകയും അവരും ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. അതാണ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ. അടുത്തത് ഫോർമൈറ്റ് കണ്ടാമിനേഷൻ. എന്താ ഫോർമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്? ഫോർമൈറ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റുകളാണ്. എത്തരത്തിലുള്ള ഒബ്ജക്റ്റുകളാവാം? അതായത് ഇപ്പൊ മൈക്രോ ഓർഗാനിസംസ് ഉള്ള ഇപ്പൊ മെഡിക്കൽ എക്യുപ്മെന്റുകൾ നമ്മുടെ പേഷ്യന്റ് ഹാൻഡിൽ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പോ എന്താ പറയാ, ഡ്രിപ്സ് ആവാം,
അല്ലെങ്കിൽ അവിടെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് വെച്ചാൽ തൊടുന്നത് പ്രധാനമായിട്ടും പേഷ്യൻസിന് ഈ ഫോമേറ്റ് കണ്ടാമിനേഷൻ വരുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ റൂമുകളിലും വാർഡുകളിലും ലൈറ്റിന്റെ സ്വിച്ചസ് ഒക്കെ ഇല്ലേ? മനസ്സിലായോ മക്കളെ? ലൈറ്റിന്റെ സ്വിച്ചസ്, അതുപോലെ തന്നെ ഡോറിന്റെ ഹാൻഡ് റെയിൽസ് അല്ലെങ്കിൽ ഡോറിന്റെ എന്താണ് ഡോറിന്റെ ആ ഒരു ഹാൻഡിൽസ്, അതുപോലെ ഹാൻഡ് റെയിലുകള് അങ്ങനെയുള്ളത്, അതുപോലെ തന്നെ ബെഡ് റെയിൽസ്, ഇതൊക്കെ ഇല്ലേ? അത്തരത്തിലുള്ളതൊക്കെ എപ്പോഴും പലരും ടച്ച് ചെയ്തിട്ടുള്ള ഇടങ്ങളാണ് അല്ലെ? അപ്പൊ അതുകൊണ്ടൊക്കെ ഇൻഫെക്ഷൻ വരാൻ വേഗം കുറയ്ക്കും പറ്റുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒബ്ജക്റ്റുകളിൽ നിന്ന് കണ്ടാമിനേഷൻ അല്ലെങ്കിൽ അത്തരം എന്താണ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളിൽ ടച്ച് ചെയ്യുന്നത് വഴി വരുന്ന ഇൻഫെക്ഷൻ ആണ് ഫോർമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ബുക്കാവാം, ഡോറിന്റെ നോബ് ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈറ്റിന്റെ സ്വിച്ചസ് ആവാം, അല്ലെങ്കിൽ ഹാൻഡ് റെയിൽസ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന്. അടുത്ത ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റർ. എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു കത്തീറ്ററിന്റെ കാര്യം അല്ലെ? അപ്പൊ കത്തീറ്റർ പോലെയുള്ള അങ്ങനെ എന്തെങ്കിലുമുള്ള ഡിവൈസുകള്, ഡ്രെയിൻസ് ഒക്കെ പേഷ്യൻസിന് കൊടുക്കുന്നത്. ഡ്രെയിൻസ് എന്ന് പറയുമ്പോ ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻസിന് ഡ്രെയിൻസ് ഇടാറുണ്ട്. അതായത് പേഷ്യൻസിന് നിന്നുള്ള പസ്സോ അല്ലെങ്കിൽ ആ ഓപ്പറേറ്റ് ചെയ്ത ഭാഗത്തുള്ള പസ്സോ ബ്ലഡോ മറ്റു ഒക്കെ വലിച്ചു കളയാനായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രെയിൻസ് ഇടാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിവൈസുകളോ കത്തീറ്റേഴ്സോ ഒക്കെ പേഷ്യൻസിന്റെ ബോഡിയിൽ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മറ്റ് പേഷ്യൻസിൽ നിന്ന് വരാം, വിസിറ്റേഴ്സിൽ നിന്ന് സന്ദർശകരിൽ നിന്ന് വരാം, ഹോസ്പിറ്റലിലെ വ്യക്തികളിൽ നിന്ന് വരാം, സർജിക്കൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് വരാം, എയറിലൂടെ വരാം, വാട്ടർ അല്ലെങ്കിൽ ഫുഡിലൂടെ വരാം, പേഷ്യൻസിന്റെ നോർമൽ ഫ്ലോറ നമ്മുടെ ബോഡിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിൽ നിന്ന് തന്നെ വരാം. അതല്ലെങ്കിൽ ഫോമൈറ്റ് കണ്ടാമിനേഷൻ, എന്താ മലിനമായിട്ടുള്ള ഇത്തരത്തിലുള്ള ലൈറ്റിന്റെ സ്വിച്ചസോ ഡോർ ഹാൻഡിലുകളോ ഡോറിന്റെ നോബോ അല്ലെങ്കിൽ എന്താണ് ബെഡ് റെയിൽസോ അങ്ങനെയുള്ള ഏതെങ്കിലും ഹാൻഡ് റെയിൽസോ മുതലായവയിൽ നിന്നും വരാം. അതുപോലെ തന്നെ ഡിവൈസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റേഴ്സ്, പേഷ്യൻസിനെ യൂസ് ചെയ്യുന്ന ഡിവൈസുകളോ ഡ്രെയിൻസോ കത്തീറ്റേഴ്സോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഇൻഫെക്ഷൻസ് വരാവുന്നതാണ്. ക്ലിയർ ആണോ? സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. വേഗം ഒന്ന് ആ ഒരു പിക്ചർ വേഗം ഒന്ന് നോക്കിയിട്ട് ചെന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. സോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. വായിച്ച് കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ശരി. നെക്സ്റ്റ്, ഹു ഈസ് അറ്റ് റിസ്ക് ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ? നോസോകോമിയൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ള ആളുകൾ ആരൊക്കെയാണ് കൂടുതൽ അപകട സാധ്യതയുള്ള ആളുകൾ? Those who are admitted to a healthcare facility are at risk for contracting AHI. അല്ലേ? ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ അഡ്മിറ്റ് ആയ ആളുകളെല്ലാം ഈ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ വരാൻ ഉള്ള റിസ്കിൽ ഉൾപ്പെടുന്നവരാണ്. ശരിയല്ലേ? എന്നാൽ some bacteria the risk may also depend on. ചില ടൈപ്പ് ഓഫ് ബാക്ടീരിയാസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചില ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ട് ആ റിസ്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഒന്നാമത് പേഷ്യന്റിന്റെ ഹോസ്പിറ്റൽ റൂംമേറ്റിനനുസരിച്ച് ഇല്ലേ? ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള ആളുകളുടെ കാര്യമായിട്ടാണ് നമ്മൾ പറയുന്നത്, സിറ്റുവേഷനാണ് പറയുന്നത്. ഒരു പേഷ്യന്റിന് അവരുടെ ഹോസ്പിറ്റൽ റൂംമേറ്റിന് ഇത്തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ അപകട സാധ്യത ആ ഹോസ്പിറ്റൽ ആ പേഷ്യന്റിന്റെ റൂംമേറ്റിന് തന്നെയല്ലേ? ആണോ? അല്ലേ? ഓ, അതൊരു ഒന്നാമത്തെ ഒരു റിസ്ക് ആണ് കേട്ടോ. അപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ വരാനുള്ള അപകട സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ഏജ് ഒരു ഫാക്ടർ ആണ് അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുന്നത് എങ്ങനെയുള്ള ആളുകൾക്കാ? ഏത് ഏജ് ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളുകൾക്കാ? ഒന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങളായിരിക്കുന്നവർക്ക് അല്ലെ?
അല്ലെങ്കിലോ പ്രായമായ ആളുകൾക്ക് അല്ലെ, ഏജ്ഡ് ആയിട്ടുള്ളവർക്ക്. അപ്പൊ ഇവിടെ നോക്കി ഏജ് പർട്ടിക്കുലർലി ഇഫ് പേഷ്യന്റ് ഈസ് മോർ ദാൻ 70 years old. അപ്പൊ ഒരു ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് പ്രതിരോധ ശക്തിയൊക്കെ വേഗം കിട്ടുന്നത് കൊണ്ട് മരുന്നുകളൊക്കെ എഫക്റ്റീവ് ആവുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് 70 വയസ്സിലൊക്കെ കൂടിയിട്ടുള്ള ഓൾഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനൊക്കെ വലിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അത് മാറ്റാനും. അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ മെഡിസിൻസ് എല്ലാം അവർക്ക് ഓക്കെ ആയിരിക്കില്ല, മറ്റെന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻ വന്നത് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അല്ലേ? അപ്പൊ അത്തരത്തില് ഏജ്ഡ് ആയിട്ടുള്ളത് ഇതൊരു 70 വയസ്സിന് കൂടുതൽ ഓൾഡ് ആയിട്ടുള്ള ആളുകളും അപകട സാധ്യതയിലും കൂടുതൽ നിൽക്കുന്ന ആളുകളാണ്. അടുത്തത് ഹൗ ലോങ് പേഷ്യന്റ് നടത്താം. ഹൗ ലോങ് പേഷ്യന്റ് ഹാസ് ബീൻ യൂസിങ് ആന്റിബയോട്ടിക്സ്. എത്ര നാളുകളായിട്ട് ഒരു പേഷ്യന്റ് ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നുണ്ട് അതിനനുസരിച്ച് ഒരു ഇപ്പൊ ആന്റിബയോട്ടിക്സ് കഴിക്കുന്നത് വളരെ നല്ലതാണോ? നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റുമോ? അത് കണ്ടിന്യൂസ് നമുക്ക് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലേ? ആ ഒരു കോഴ്സ് ഔട്ട് ടൈമാണ്. ആ ഒരു ഡോക്ടർ അത്രയും എന്താണ് ഇൻഫെക്ഷൻസും കാര്യങ്ങളും മാറുന്നില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ആന്റിബയോട്ടിക്സ് സജസ്റ്റ് ചെയ്യാം. അതും ഇത്ര ദിവസത്തേക്ക് പറഞ്ഞല്ലേ തരുന്നത് അല്ലേ? 3 ദിവസത്തേക്കോ 5 ദിവസത്തേക്കോ ഒക്കെ ആണ് തരുന്നത്. അത് കഴിഞ്ഞ് ഒരിക്കലും ആന്റിബയോട്ടിക്സ് കണ്ടിന്യൂ ചെയ്യാൻ അവർ പറയാറില്ല അല്ലെ? അതിന് ഒരുപാട് സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള എഫക്ട്സ് ഉള്ളത് കൊണ്ടല്ലേ പറയുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആന്റിബയോട്ടിക് കഴിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിരോധ ശക്തിയിലും കുറവുണ്ടാകും അല്ലെ? ഇത്തരം ഇൻഫെക്ഷൻസ് വന്നാലും അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി പവർ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അത്തരത്തില് എത്ര നാളായിട്ട് ഈ ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നുണ്ടോ അത്രയധികം ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയും അവർക്ക് കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ whether the patient has a urinary catheter or not അല്ലെ? പേഷ്യന്റ് ഒരു യൂറിനറി catheter ഇട്ടിട്ടുണ്ടോ ഇല്ലയോ അതിനനുസരിച്ച് പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത നമുക്ക് പറഞ്ഞൂടെ? പറയാലോ. കത്തീറ്റർ യൂസ് ചെയ്ത ആൾക്കാർക്കും കൂടുതൽ റിസ്ക് ഉണ്ടാവാം അല്ലെ? അടുത്തത് ലെങ്തി ICU സ്റ്റേ. എത്ര ദിവസം നമ്മൾ ICUവിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്? എത്ര ലെങ്തി ഡേയ്സ് സ്റ്റേ ചെയ്യുന്നുണ്ട്? കുറെ ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഹോസ്പിറ്റലിൽ കൂടുതൽ ദിവസം സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും കൂടുതലല്ലേ? അത്രയും ദിവസം നമ്മൾ എക്സ്പോസ്ഡ് ആവുന്നുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസം നമ്മൾ സ്റ്റേ ചെയ്യുന്നതിനനുസരിച്ച് അത്രയും ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക്കും കൂടുതലാണ്. അതുപോലെ തന്നെ വെദർ പേഷ്യന്റ് ഹാസ് ബീൻ ഇൻ എ കോമ. പേഷ്യന്റ് കോമ അവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും കണ്ടിന്യൂസ് ആയിട്ട്. അവർ കാരണം ആ ഒരു ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടാവില്ല. ബോഡിയുമായി ബന്ധപ്പെട്ട് സിസ്റ്റംസ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിലോ ഒരു കോമ അവസ്ഥയിലായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റിനും സ്വാഭാവികമായിട്ടും അവരെന്തായിരിക്കും? കിടപ്പായിരിക്കും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരുവിധ രീതിയിൽ അപ്പൊ അവർക്ക് കൊടുക്കുന്ന പരിചരണവും കാര്യങ്ങളും ശരിയായില്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അല്ലേ? അതുപോലെ ഇനി ട്രോമ, എന്തെങ്കിലും വലിയ രീതിയിലുള്ള ആഘാതങ്ങളോ അല്ലെങ്കിൽ ആക്സിഡന്റ്സുകളോ അപകടങ്ങളോ ഒക്കെ പറ്റിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വലിയ എന്താണ് ശാരീരികവുമായി ബന്ധപ്പെട്ട ഒരുപാട് വലിയ രീതിയിലുള്ള ഇഞ്ചുറീസോ കാര്യങ്ങളോ ഒക്കെ പറ്റിയിട്ടുള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് കുറച്ച് ദിവസം കൊണ്ട് അത് നോക്കാനോ അല്ലെങ്കിൽ ക്യൂർ ആവുകയില്ല. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ് അല്ലെ? അൺത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം എന്താ? ആ ഒരു വ്യക്തിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം എന്താണ്? ഒരു ഭീഷണി ഉയർത്തുന്നതാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ രോഗങ്ങളോ എന്താണ് അത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർക്ക് കുറവായതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. ഇവരൊക്കെ റിസ്ക് കൂടുതലുള്ള ആളുകളാണ്. മനസ്സിലായോ? പേഷ്യൻസിന് ഹോസ്പിറ്റലിലുള്ള റൂംമേറ്റുകൾ എപ്പോഴും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളവരായിരിക്കും. 70 വയസ്സിൽ കൂടുതലുള്ള ആളുകളാണെങ്കിൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഹൗ ലോങ് പേഷ്യന്റ് ഹാസ് ബീൻ യൂസിങ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് പേഷ്യൻസ് എത്ര നാളുകൾ കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് അവർക്ക് റിസ്ക് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ യൂറിനറി കാത്തീറ്റേഴ്സ് യൂസ് ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് റിസ്ക് കൂടുതലായിരിക്കും. ICUവിൽ ഒരുപാട് സ്റ്റേ ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ അതുപോലെ ഇപ്പൊ കോമാവസ്ഥയിൽ കിടക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഇതുപോലെ കുറെ ദിവസം സ്റ്റേ ചെയ്യുന്ന കാര്യങ്ങൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ അവർ പ്രോപ്പർ ആയിട്ട് ചെയ്യാനായിട്ട് അവരുടെ ബോഡി പ്രവർത്തനം എന്താണ് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അതിന്റെ ബേസിസിൽ അവർക്കും ാണ്. ഇനി ട്രോമ, എന്തെങ്കിലും വലിയ രീതിയിലുള്ള ആഘാതങ്ങളോ ചതവുകളോ മുറിവുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പേഷ്യൻസിന്
ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം ഭീഷണി ഉയർത്തുന്ന അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പ്രോബ്ലം ഉള്ള ആളുകളാണെങ്കിൽ അവർക്കും ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കി. ഹു ഈസ് അറ്റ് റിസ്ക് ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ? ഇതാണ്. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഈ ഒരു ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷന്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, പകരുന്ന രീതി. അപ്പൊ അതിൽ പല രീതികൾ പറയുന്നുണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഓരോന്നായിട്ട് പഠിച്ചു പോവാം കേട്ടോ. കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ. ഹാൻഡ് ബോൺ ആണ് കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ. അതായത് ഇത് മോസ്റ്റ് കോമൺ രീതി കണ്ടോ, അത് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ താഴെ പറയുന്ന മോഡ് ഓഫ് ട്രാൻസ്മിഷനിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ഏതാണ്, പകരുന്ന രീതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഇത് ഏതായിട്ട് ആൻസർ വരുന്നത്? ഏതാ വരുന്നേ? മോസ്റ്റ് കോമൺ എഴുതിയിരിക്കുന്നത് ഏതിന്റെ ഏരിയ? കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. അത് മാറിപ്പോവാതെ പഠിച്ചു വെച്ചേക്കണേ, ചോദിക്കാറുണ്ട്. അതുകൊണ്ട് മിസ് എടുത്ത് പറഞ്ഞത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏത് രീതിയാ? കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ ആണെന്ന് മനസ്സിലാക്കിയേക്കാം. ഓക്കെ, അത് ക്ലിയർ ആണോ? ഇനി കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷനെ നമുക്ക് രണ്ട് സബ് ഗ്രൂപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തേതാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, രണ്ടാമത്തേതാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ, അല്ലെ? നേരിട്ട് കോണ്ടാക്ട് വരുന്നതിലൂടെ പകരുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നേരിട്ട് ആരുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിലൂടെ പകരുന്നതാ? ആരുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിലൂടെ പകരുന്നതാ? നേരിട്ട് പേഷ്യന്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ. ഓക്കെ, ദിസ് കൺസെപ്റ്റ് ഓഫ് എ ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ്, നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബോഡി സർഫസുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. ഫിസിക്കൽ ഷിഫ്റ്റിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസം ബിറ്റ്വീൻ എ ഹോസ്റ്റ് ആൻഡ് ആൻ ഇൻഫെക്റ്റഡ് colonizers such as when a patient give a bath or does other patient care jobs that need direct personal contact. എന്തായിരിക്കും ഇവിടെ പേഴ്സണൽ ഡയറക്റ്റ് ആയിട്ടുള്ള, അതായത് അവരുടെ ആ ഒരു ബോഡി സർഫസ് തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുമ്പോ, പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ്ലി കോണ്ടാക്റ്റിൽ വരുമ്പോ ഈ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നു. ഒരാളുടെ ബോഡിയിൽ നിന്ന് ആ ഇൻഫെക്ഷൻ വന്നിട്ടുള്ള വരാൻ ആളുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യുന്നു. അതിപ്പോ ഡയറക്റ്റ് കോണ്ടാക്ട് വരാൻ പറയുമ്പോൾ പേഷ്യൻസിനെ നമ്മള് ചരിഞ്ഞ് കിടത്തുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ പൊസിഷൻസ് കറക്റ്റ് ആക്കുമ്പോ നമ്മൾ നേരിട്ട് കോണ്ടാക്ട് ഡയറക്റ്റ് അവരുടെ ബോഡി സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നില്ലേ? അത് ചെയ്യുന്ന ആ വ്യക്തിക്ക് അവരുടെ ബോഡി സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നില്ലേ? അതുപോലെ തന്നെ രണ്ടാമത് പേഷ്യൻസിനെ കുളിപ്പിക്കാൻ സാധിക്കും. കുളിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെ നമ്മള് ബാത്തിങ്ങിന് വേണ്ടി സഹായിക്കില്ലേ? കുളിപ്പിച്ചൊക്കെ കൊടുക്കാറില്ലേ? അല്ലെങ്കിൽ കുളിക്കാൻ വേണ്ടി സഹായിക്കില്ലേ? ആ സമയത്ത് നമുക്ക് ബോഡി സർഫസ് തമ്മിൽ കോണ്ടാക്ട് വരും ഇല്ലേ? നമ്മൾ അവിടെ അവരെ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അതല്ലാണെങ്കിൽ മറ്റെന്തെങ്കിലും പേഷ്യന്റ് കെയർ ജോബ്സ്, മറ്റെന്തെങ്കിലും അവരുടെ പരിചരണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുമ്പോഴും പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ്ലി ആ ഒരു വ്യക്തിയുമായിട്ട് നേരിട്ട് അവരുടെ ബോഡി സർഫസിൽ തമ്മിൽ കോണ്ടാക്റ്റിൽ വരികയും അങ്ങനെയുള്ള അത്തരം സന്ദർഭങ്ങളിൽ മൈക്രോ ഓർഗാനിസംസ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയോ? ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ,
രണ്ടാമത്തത് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ദിസ് കൺസിസ്റ്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് എ സസെപ്റ്റിബിൾ host with a changed intermediate object like the contaminated instrument, needles or nursing, or changed gloves that are not charged between patients, in changed surfaces made by needles, dried blood that transmit hepatitis B or C. എന്താണ് ഇവിടെ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് നേരിട്ട് മറ്റൊരു വ്യക്തിയായിട്ട് കോണ്ടാക്റ്റിൽ വരികയല്ല ചെയ്യുന്നത്, അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു വസ്തുക്കൾ ഉണ്ടാവും അല്ലെ. ഏതൊക്കെയായിരിക്കും? സസെപ്റ്റിബിൾ ഹോസ്റ്റ് എന്ന് പറയുന്നത് അപകട സാധ്യത വരാനുള്ള, അതായത് വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി എന്തുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴാ, എന്തൊക്കെയായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴാ, ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റുകൾ, അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ, നീഡിൽസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ, അല്ലെങ്കിൽ ഡ്രസ്സിങ്സ്, നമ്മുടെ പേഷ്യൻസിന് ഡ്രസ്സിങ് ചെയ്യാറല്ലേ, അതുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഉള്ള ഗ്ലൗസുകളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ, ആൻഡ് ദാറ്റ് ആർ നോട്ട് ചേഞ്ച്ഡ് ബിറ്റ്വീൻ പേഷ്യൻസ്. ഇപ്പൊ ഗ്ലൗസ് ഒക്കെ ഒരു പേഷ്യന്റിൽ നിന്ന് മറ്റൊരു പേഷ്യന്റിന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ആ ഒരു സ്റ്റാഫ് അത് ചേഞ്ച് ചെയ്തിട്ടില്ല, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ പേഷ്യന്റ് കോണ്ടാക്റ്റിൽ വന്നാൽ സ്വാഭാവികമായിട്ട് ഇൻഫെക്ഷൻസ് വരാം. അതല്ലെങ്കിൽ എന്താ, ഡ്രൈഡ് ആയിട്ടുള്ള ബ്ലഡ്, എന്താ ഉണങ്ങിയ ബ്ലഡ് സ്റ്റെയിൻസ് പോലെയുള്ള ഇടങ്ങളിൽ നിന്ന് ടച്ച് ചെയ്തിട്ടുള്ള എന്താ അത്തരം സർഫസുകളിൽ ഇരുന്നിട്ടുള്ള നീഡിൽസ് ഉപയോഗിക്കുമ്പോഴോ, അങ്ങനെയുള്ള ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് വൈറൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ, നമ്മുടെ കരളിനെ ബാധിക്കുന്ന, കരൾ വീക്കം എന്നാണ്, നമ്മുടെ കരളിനെ ബാധിക്കുന്ന ലിവർ ഇൻഫ്ലമേഷൻ ആണ്. അത് ഈ ബി ആൻഡ് സി, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി നമ്മുടെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിലൂടെ പകരുന്നവയാണ്. അതുകൊണ്ട് തന്നെ അവയും നമുക്ക് ഇത്തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ബി സി പോലെയുള്ള ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പേഷ്യൻസിന് അവരുടെ ബ്ലഡ് ഡ്രെയിൻസ് എന്താണ് ഡ്രൈഡ് ആയിട്ടുള്ള ബ്ലഡുമായി ബന്ധപ്പെട്ട് അത്തരം സർഫസുകളുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട് വന്ന നീഡിൽസോ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സോ, ഡ്രസ്സിങ്സോ, അല്ലെങ്കിൽ മറ്റ് ചേഞ്ചഡ് ആയിട്ടുള്ള ഗ്ലൗസുകളോ മുതലായവയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത്, അത്തരത്തിലുള്ള ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റുകളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് വഴി ഒരു വ്യക്തിക്ക്, അതായത് ഇൻഫെക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ അത്തരം ട്രാൻസ്മിഷനെയാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും മനസ്സിലായോ? ഒന്ന് വേഗം ആ ഒരു ഫസ്റ്റ് വൺ മാത്രം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. കോണ്ടാക്ട് ഒരു ഹാൻഡ് ട്രാൻസ്മിഷൻ എന്താന്ന് മാത്രം ഒന്ന് വായിച്ചു നോക്കുക, രണ്ടെണ്ണം വായിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അതിപ്പോ സ്റ്റാർട്ട് ചെയ്തതിരിക്കാം, ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ഇവിടെ വരെ? ഓക്കെ, അപ്പൊ വായിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇവിടെ വരെ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.